ISRO മുൻ ചെയർമാനും പ്രമുഖ ബഹിരാകാശ ഗവേഷകനുമായ കെ കസ്തൂരിരംഗൻ അന്തരിച്ചു. ബംഗളൂരുവിലായിരുന്നു അന്ത്യം. 1994 മുതൽ 2003 വരെ 9 വർഷം ഇസ്രോയുടെ മേധാവിയായിരുന്നു. കൊച്ചി ചിറ്റൂർ റോഡിലെ സമൂഹത്തുമഠത്തിൽ കൃഷ്ണൻ സ്വാമിയുടെയും വിശാലാക്ഷിയുടെയും മകനായി 1940 ഒക്ടോബർ 24 ജനനം. ചെറുപ്പത്തിൽ തന്നെ ശാസ്ത്ര പഠനത്തിൽ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. 5ാം ക്ലാസ് വരെ പഠനം കേരളത്തിൽ. പിന്നീട് പിതാവിന്റെ ജോലിസ്ഥലമായ മുംബൈയിലേക്ക് മാറി. ബോംബെ സർവകലാശാലയിൽ നിന്ന് ഫിസിക്സിൽ മാസ്റ്റർ ബിരുദം, എക്സ്പെരിമെന്റൽ ഹൈ എനർജി അസ്ട്രോണമിയിൽ ഡോക്ടറേറ്റ് എന്നിവ നേടി. വിക്രം സാരാഭായ് അഹമ്മദാബാദിൽ സ്ഥാപിച്ച ഫിസിക്കൽ റിസർച്ച് ലബോറട്ടറിയിൽ ജോലി ചെയ്യവെയായിരുന്നു നേട്ടം. 1994 മുതൽ 2003 വരെ 9 വർഷം ISRO ചെയർമാനായി സേവനമനുഷ്ഠിച്ചു. അക്കാലത്താണ് ഇന്ത്യയുടെ ചന്ദ്രയാത്രാ പദ്ധതിയുടെ പ്രാരംഭ ആലോചന നടക്കുന്നത്. ISRO സാറ്റലൈറ്റ് സെന്ററിന്റെ ഡയറക്ടറായിരുന്ന കാലത്ത് പുതുതലമുറ ബഹിരാകാശ പേടകങ്ങളുടെയും ഇന്ത്യൻ നാഷണൽ സാറ്റലൈറ്റ്, ഇന്ത്യൻ റിമോട്ട് സെൻസറിംഗ് സാറ്റലൈറ്റുകൾ എന്നിവയുടെയും ശാസ്ത്രീയ ഉപഗ്രഹങ്ങളുടെയും വികസനവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിച്ചു. ഇന്ത്യയുടെ ആദ്യത്തെ 2 പരീക്ഷണാത്മക ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളായ ഭാസ്കര പ്രൊജക്ട് ഡയറക്ടറായിരുന്നു. PSLV, GSLV വിക്ഷേപണങ്ങൾ പോലുള്ള പ്രധാന നാഴികക്കല്ലുകൾക്കും നേതൃത്വം നൽകി. 2003 ഓഗസ്റ്റ് 27 ISROയിൽ നിന്ന് വിരമിച്ചു. തുടർന്ന് 2003 മുതൽ 2009 വരെ രാജ്യസഭ MP ആയി. ജവഹർലാൽ നെഹ്റു സർവകലാശാല ചാൻസലർ, കർണാടക നോളജ് കമ്മീഷൻ ചെയർമാൻ എന്നീ പദവികളും വഹിച്ചിട്ടുണ്ട്. പശ്ചിമഘട്ട സംരക്ഷണം മുൻനിർത്തി കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കസ്തൂരിരംഗന്റെ നേതൃത്വത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ട് ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ പരിഷ്കാരങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതും അദ്ദേഹമായിരുന്നു. പത്മശ്രീ, പത്മഭൂഷൺ, പത്മവിഭൂഷൺ ബഹുമതികൾ നൽകി രാജ്യം ആദരിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, News 18.